നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയിൽ ഒരുപിടി നല്ല വേഷങ്ങൾ സമ്മാനിച്ച് പൊടുന്നനെ സിനിമയിൽ നിന്ന് പിൻവാങ്ങിയ രഞ്ജിനിയായിരുന്നു JB ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒപ്പം അവരുടെ ഭർത്താവ്. ഇരുവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. വരട്ടെ ഒരാൾ കൂടി. Ranjini amma patti solnuna like we've seen her in Bharati Raja's movies, one of the most prettiest looking actresses of the time la. In fact, even now engal ore or vartha enna Ranjini ma'am should be acting in more Tamil films. We have always spoken to her about that. Avanga vandu such a sweetheart, such a lovely human. Nadiga sanga election appo vandu hats off avanga senja and udavi and the hard work she has put in. Today attana Nadiga sanga members, in fact old people vandu today they are so happy that we have won and we have given whatever we have promised. Adula or pangu mukkiyamaana pangu Ranjini. All the members are blessing Ranjini ma'am, and youngsters, we always want actresses like you to come and act in our industry, and a very talented actress, and more than being a talented actress, she's a lovely human being. We always love you. God bless you. ശിവന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ചെലവ് ചെയ്യണം കേട്ടതൊക്കെ ആൾക്കാരെ കാണിക്കുന്നത്. നമ്മളൊരു ഡ്യൂട്ടി, എല്ലാവർക്കും ഒരു ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, നമ്മളത് ചെയ്താൽ അത് മതിയല്ലേ. ദാറ്റ്സ് ഐ ബിലീവ് ഇൻ ദാറ്റ്. നമ്മളൊന്നും സ്പെഷ്യലായിട്ട് ഒന്നും ആകായത്തിലൊന്നും കുറിച്ച് വന്നില്ലല്ലോ. സോ നമുക്ക് ജീവിക്കുമ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമോ അത്രയ്ക്ക് ചെയ്യണം. എന്തിനാ ആൾക്ക് പാറ വെക്കരുത്, പിന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യരുത്. നമ്മൾ ലൈഫ് ഇസ് വെരി ഷോർട്ടാണ്. സോ മേക്ക് ഇറ്റ്. ഇത് സിനിമയിലുള്ള സഹപ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കാത്തത്. സിനിമ ഈസ് ഈക്വൽ ടു പാറ എന്ന് പറഞ്ഞ രഞ്ജിനി സിനിമയിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തൂടെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ട് എന്താ കാര്യിരിക്കണേ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഒരാളുടെ ചാൻസ് അപഹരിക്കുന്നതിലല്ല ജീവിതം, ഒരാൾക്കിട്ട് പണി കൊടുക്കുന്നതിലല്ല ജീവിതം. സിനിമക്കാർ മാത്രമല്ല, എല്ലാവരും ഇപ്പൊ മിക്കവാറും എല്ലാവരും പാറ വെക്കുന്നു. അതാണ് രഞ്ജിനി കാണുന്നവരെല്ലാം പാര. അല്ല, അത് ഐ ഡോണ്ട് നോ. ചിലവർ മേ ബി അവർ അങ്ങനെ രീതിയിൽ ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ലേ. I don't know why. Life is so short. നമുക്ക് അറിയില്ല ഏത് നിമിഷം സിനിമയിലേക്ക് സജീവമാകാൻ വേണ്ടി പിടിച്ചിരിക്കുകയാണ്. Go back to Tamil. അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയാ, 2 പടങ്ങൾ അങ്ങനെ വന്നിരുന്നു, പക്ഷെ മിസ്സായി പോയി. അത് വളരെ തമാശയാണ്. ഞങ്ങൾ കാട്ടിലിരിക്കുമ്പോഴാണ് കോൾ വരുന്നത്, ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ചോദിച്ചു, പോണോ? നീ പോണെങ്കിൽ പോയിക്കോ. വേണ്ട, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് അവർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആക്ട് ചെയ്യാം. അങ്ങനെ രണ്ടും കളഞ്ഞു. രഞ്ജിനി സിനിമയിലേക്ക് സജീവമായി പോകുന്നതിൽ എനിക്ക് സിനിമയിലെന്നല്ല, ഏത് രംഗത്തായാലും വേർ ഷീ ഈസ് ഇൻട്രസ്റ്റഡ്, വെരി കംഫർട്ട്, ഷീ ക്യാൻ ഗോ. പോണം. അതിന് ഞാൻ എപ്പോഴും പറയും, അത് ദാറ്റ്സ് യുവർ ലൈഫ്, യു ഷുഡ് ഹാവ് ടു ഗോ. കാരണം ഫിലിമിൽ ഞാൻ ഇപ്പോഴും കരുതുന്നത്, ബിക്കോസ് ഷീ ഗോട്ട് ഒരു ബോൺ ടാലന്റ് ഉണ്ടായതുകൊണ്ടാണ് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ ഷീ ഈസ് എ ഫെയിം നൗ. കാരണം അല്ലാതെ ലൈഫിൽ എൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം എങ്ങനെ ഒരു സിനിമാ നടി എന്നൊക്കെ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമേജ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് ആണ്. ഫിലിമിലേക്ക് ഇപ്പോൾ ഒരു ഷൂട്ടിൽ വിളിച്ചാൽ ഷൂട്ട് സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ്ലി ഷീ ബി എ ആക്ട്രസ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ ആ ടാലൻ്റ് ഉണ്ടെങ്കിൽ ഫിലിമിൽ പോവുക. അതല്ല, ഇപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടമെങ്കിൽ ഏതിൽ വേണമെങ്കിലും, രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതിന് പോവാം. എല്ലാം ഫുൾ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് വേണ്ട സമയങ്ങളുണ്ട്, ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടാവണം. അതല്ലാത്ത ഏത് സമയത്ത് യു ക്യാൻ ഗോ എനിവേ. എനിക്ക് എവിടെ എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് പീറിന്റെ ആഗ്രഹം. കാര്യം മനസ്സിലായ ഫുൾ ടൈം ശല്യമാവരുത്, കുറച്ചൊക്കെ ശല്യമാവും. ഇങ്ങനൊരു ഭർത്താവിനെ കെട്ടുന്നതിൽ പുണ്യം ചെയ്യണം. പീറിന് വേണ്ടിയിട്ട് ആരോ വരുന്നുണ്ട് ഇതേക്കത്തേക്ക്. ഹായ്, നമസ്കാരം പിയർ. നമസ്കാരം രഞ്ജിനി. പിയറും ഞാനും തമ്മിലുള്ള ഒരു ചെറിയ ബന്ധമല്ല, വലിയ ബന്ധമുണ്ട്. കാരണം പിയറിൻ്റെ അമ്മയും എൻ്റെ ഉമ്മയും ഒരുമിച്ച് പഠിച്ചതാണ്. പിയറും ഞാനും ഒരുമിച്ച് സ്കൂളിലുണ്ടായിരുന്നതാണ്, ഫാക്ട് ഈസ്റ്റേൺ UP സ്കൂൾ. പിയർ എന്ന് നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. പെയിൻറ്റിങ് കോമ്പറ്റീഷന്
ഞാനും പിയറും തമ്മിലായിരുന്നു അത്യാവശ്യം മത്സരങ്ങൾ. മിക്കവാറും പിയറിന് തന്നെയായിരുന്നു എല്ലാ പ്രാവശ്യവും പെയിൻറ്റിങ്ങിനും പെൻസിൽ ഡ്രോയിങ്ങിനും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. ഞങ്ങളൊക്കെ അതിൻ്റെ പുറകിലായിരുന്നു. ആ സമയത്ത് പിയർ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സമയമുണ്ട്. കാരണം നമുക്ക് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏതായാലും ആ പടം വരയ്ക്കലൊക്കെ ഇപ്പോഴും ഉണ്ടോ? അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ യുഗം വന്നപ്പോൾ പെയിൻറ്റും ബ്രഷും നല്ല പെൻസിൽ ഡ്രോയിങ്ങും ആ കഴിവ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് മാറിയോ? നാദർഷ എൻ്റെ നിങ്ങൾ സമകാലികരാണോ? അല്ല, എൻ്റെ സീനിയർ ആയിരുന്നു നാദർഷോ. എന്തിന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. നാദർഷ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് വലിയ പ്രായമില്ല. അപ്പൊ എനിക്ക് എൻ്റെ സീനിയർ എന്ന് പറഞ്ഞാൽ അത്ര പ്രായം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞങ്ങള് ഒരുമിച്ചാണ് എല്ലാ കോമ്പറ്റീഷന് പോകുന്നത്. പക്ഷെ ഈ പെൻസിൽ പെയിന്റിംഗ് ഡ്രോയിങ്ങിലൊക്കെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ പാട്ട്, മിമിക്രി അങ്ങനെയുള്ള കാര്യമൊക്കെ നാദർഷയാണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവലിനും അതിനും ഇതിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. എൻ്റെ സ്കൂളിൽ വെച്ച് ഒരു കോമ്പറ്റീഷന് ഞാൻ പെൻസിൽ പെയിൻറ്റിങ്ങിനൊക്കെ ഞാനാണ് വിന്നർ, ബാക്കിയുള്ള എന്നെ നാദർഷയാണ്. അപ്പോൾ അന്ന് തലേ ദിവസം സ്കൂളിൽ പറഞ്ഞു യൂണിഫോം ഇട്ടിട്ട് വന്നിരിക്കണം പ്രൈസ് വാങ്ങിക്കാമെന്ന്. പക്ഷെ അതെന്തോ ഞാൻ കേട്ടില്ല. ഞാൻ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. അപ്പോൾ പറഞ്ഞു പ്രൈസ് മേടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നാദർഷ എന്നോട് പറഞ്ഞു എൻ്റെ ഷർട്ട് നിനക്ക് പാകമൊന്നും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നാദർഷ ആദ്യം പോയി പ്രൈസ് മേടിച്ച് തിരിച്ചു വന്നു. നാദർഷയുടെ ഷർട്ട് എടുത്തിട്ട് ഞാൻ പോയി പ്രൈസ് മേടിച്ച് വന്നു. അങ്ങനെ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഇന്നും. ഒരു പ്രൈസ് കിട്ടിയ നാദർഷയുടെ ഷർട്ട് വെച്ചിട്ടാണ്. ഒരാളും കൂടെ വരട്ടെ. When you think about Pierre was exceptionally good in art. He was an amazing artist. He had excellent drawing skills. I remember once we had on the second year, we were having a competition on a magazine, which every class was supposed to prepare a magazine, Kayeduthu Masika. And it was me, Pierre, and another friend of ours, Faisal. We were the ones in charge for our classroom, for our class magazine. And if I remember correctly, I think the magazine we had called it as Bhavana. The entire layout, the entire artwork, the front cover, everything was done purely by Pierre. ഞാനും സഞ്ജീവും പിന്നെ വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ മാഗസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അപ്പോൾ ഒരു ചെറിയ സൈഡ്, ഒരു പൊളിറ്റിക്കൽ സൈഡ് പോയി ആ മാഗസിനിൽ. ബിക്കോസ് ഓഫ് ദാറ്റ് ഞങ്ങൾ വിന്നർ ആയില്ല. ബിക്കോസ് ഇറ്റ് ഷുഡ് ഹാവ് ടു ബി ന്യൂട്രൽ ആയിരിക്കണം മാഗസിൻ എന്ന് പറഞ്ഞ് പോയി. പക്ഷേ ദ ബെസ്റ്റ് മാഗസിൻ ആയിരുന്നു അന്ന്. ഭാവന എന്നായിരുന്നു മാഗസിൻ്റെ പേര്. അന്ന് കോളേജിൽ എല്ലാവരും ഇങ്ങനെ ഈ പിയറിന്റെ ഇങ്ങനെയുള്ള ഈ കഴിവുകളെ കുറിച്ചൊക്കെ രഞ്ജിനിക്ക് അറിയാമോ? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോ അറിയില്ലായിരുന്നു. ഞാൻ ഈ JB ജംഗ്ഷനിൽ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചെന്തിനാണെന്നറിയോ? ഈ പിയറിന് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിവുകളുണ്ടെന്ന് ഞാൻ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും? നോക്കട്ടെ. What is it actually? ഇത് ഞങ്ങളുടെ രണ്ടുപേരെ ഫസ്റ്റ് മാരേജിനുള്ള ഒരു സ്റ്റൈല് ഞാൻ വരച്ചു വിട്ടതാ. ഷി വാസ് ഇൻ ലണ്ടൻ, ഞാൻ ഇവിടെ ആയിരുന്നു. ഇതൊരു പ്രപ്പോസൽ ആയിരുന്നു? ഇറ്റ്സ് നോട്ട് എ പ്രപ്പോസൽ. പ്രപ്പോസൽ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വാസ് ജസ്റ്റ് സെൻഡിങ് ഹർ ലൈക്ക് ഒരു sort of a proposal. Still you keeping that? Still you're keeping it. എല്ലാ ദുരന്ത സ്മരണകളും തെളിവുകൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ ഞെട്ടിപ്പോയി. അല്ല, ഇതൊക്കെ സത്യം പറഞ്ഞാല് ഇതൊക്കെ ഒന്ന് സിനിമയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രപ്പോസലിന് വേണ്ടി ഒരു സിനിമ ഒരു പടമാണ് അയച്ചു കൊടുത്തേക്കുന്നത്. അത് ഈ യാഹു ചാറ്റ് എന്ന് പറഞ്ഞ ചാറ്റിൽ ഒരു ഡൂഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സംവിധാനമുണ്ട്. അതിനകത്ത് വി ക്യാൻ ഡ്രോ ഫ്രം ഹിയർ, ഷീ ക്യാൻ സീ ദാറ്റ്. അങ്ങനെ ഒരു സംഭവമാണ്. വളരെ ലിമിറ്റഡ് ഇത് വെച്ചിട്ട് നമുക്കത് വരയ്ക്കാൻ സാധിക്കുള്ളൂ. അത് ഒരു ദിവസം വരച്ചു കൊടുത്തതാണ്. നമ്മൾ ശ്രമിച്ച് അയച്ചു കൊടുത്തു. ആക്ച്വലി എനിക്ക് പിയറിനെ ഇഷ്ടപ്പെട്ടത് ബിക്കോസ് ഹീസ് വെരി കോൺഫിഡന്റ് പേഴ്സൺ ആണ്. എന്തായിരുന്നു പിയർ അയച്ചതെന്ന വാക്ക്? അത് വേറെ ഉണ്ട്. അത് എങ്ങനെ അറിയാം നിങ്ങൾക്ക്? ലവ് അതൊരു തട്ടിപ്പായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇത് പല ആൾക്കാരും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം വെച്ചാൽ
രഞ്ജിനിയുടെ ഞാൻ തിരിച്ച് റിവൈൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സിനിമയിൽ നിന്ന് പിന്നീട് രഞ്ജിനിയുടെ ഒളിച്ചോട്ടം ഓടിയല്ലോ, അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷെ ആദ്യം ഇത് ഒന്ന് സ്ഥാപിച്ചെടുത്തിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ. എനിക്കൊരു കമ്പ്യൂട്ടർ ബിസിനസ് സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബിസിനസ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സിംഗപ്പൂർ പോയിരുന്നു. അങ്ങനെ ബ്രദർ അവിടെ സീഗേറ്റിൽ വർക്ക് ചെയ്തിരുന്നു സിംഗപ്പൂരിൽ. അപ്പോൾ ആ ഒരു കണക്ഷനിൽ ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരത്തിനെ മീറ്റ് ചെയ്യുന്നത്. നോട്ട് ലൈക്ക് എന്നെ രഞ്ജിനി, സാഷ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അപ്പോഴും അന്ന് പിയറിന് ഈ സാഷ എന്ന് പറഞ്ഞ ആള് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന ആളെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു, സിമിലർ ലുക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ സിംഗപ്പൂരിയനാണ് രഞ്ജിനി എന്നൊന്നും അറിയില്ല, നമ്മുടെ സിനിമയിൽ ആക്ട് ചെയ്യുന്ന ആള്. എൻ്റെ ഒന്നുമില്ല. നമ്മൾ ചിത്രം മൂവിയിൽ കണ്ടു, തമിഴിൽ നിന്ന് വന്ന ആളാണ്. പക്ഷെ ആൾ എവിടെ നിന്നാണ് എന്താണെന്നൊന്നും നമ്മൾ ഫോളോ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിംഗപ്പൂരിൽ ഇങ്ങനെ ഒരാളെ കിട്ടുമെന്നൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഫേസ് കിട്ടുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ചോദിച്ചു, മലയാളം അത് തമിഴ് തെലുങ്ക് ഒക്കെ ആക്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ അതെ, മലയാളം തമിഴൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്, തമിഴ് പടമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് സംസാരിച്ചൊക്കെ പോയി. വിട്ടുകൊടുത്തില്ല? എനിക്ക് വിട്ടു തന്നില്ല എന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. കാരണം ഫേസിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഒരുപാട് വർഷം കഴിഞ്ഞല്ലോ. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങള് എന്തോ അവിടെ ആ പാർട്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ വളരെ ഷീ ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്, നമ്മുടെ കേരളത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് നല്ലൊരു അവിടെ വെച്ച് തന്നെ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. പിന്നെ ഷീ വെന്റ് ബാക്ക് ടു ലണ്ടൻ. ഞാൻ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നിട്ടും വി ആർ ഇൻ കീപ്പ് ഇൻ ടച്ച്. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം പിന്നെ ഫ്രീ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ അന്ന് പറഞ്ഞ ആ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അത് ഞാനാന്ന് പറഞ്ഞു. എത്ര കാലം കഴിഞ്ഞിട്ടാ പറഞ്ഞത്? ഒരു വർഷം, 3 മാസം ആയിട്ടുണ്ടാവും. ഒരു ദിവസം ഷീ ഗോട്ട് സംതിങ്, ഐ തിങ്ക് എന്തോ ഒരു ഇത് കണ്ട് അന്ന് പോകുന്നില്ല ജോലിക്ക്, ഞാൻ അതുകൊണ്ട് ഫ്രീ ആണ്, ഇഫ് യു ആർ ഫ്രീ മീൻ വി വിൽ ചാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ചാറ്റ് ചെയ്യാൻ നേരത്ത് പറഞ്ഞു, ഇങ്ങനെ അന്ന് നീ പറഞ്ഞ ആള് ഞാൻ രഞ്ജിനി. ഏത് രഞ്ജിനി? ഈ ചിത്രത്തിലൊക്കെ അഭിനയിച്ച നീ അന്ന് പറഞ്ഞ രഞ്ജിനി. അപ്പൊ ഐ വാസ് ഷോക്ക്. അതെങ്ങനെയാ ഒന്നും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഷീ വാസ് ടെല്ലിങ് മീ ദ സ്റ്റോറി. ഇങ്ങനെയായിരുന്നു, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വന്നു, തമിഴ് മലയാളം ഇങ്ങനെ പോയതാണ്. സോ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളൊരു ഫിലിമിൽ കണ്ടു മറന്നു പോകുന്ന ഫിലിം സ്റ്റാർസ്, പക്ഷെ അവരാണെന്ന് വിചാരിച്ചല്ല ഞാൻ പരിചയപ്പെട്ടത്, അതാണ് എന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഒരു ഷോക്കിംഗ്, ഒരു പെട്ടെന്ന് അപ്പേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു കുറച്ച് നേരത്തേക്ക് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് വി ആർ ജസ്റ്റ് ലൈക്ക് എ നോർമൽ ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ആളിങ്ങനെ പോയി, കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് കൂടുതൽ കെമിസ്ട്രി ഡെവലപ്പ് ചെയ്ത് കൂടുതൽ സംസാരിക്കണമെന്ന് എപ്പോഴും തോന്നും. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ ഫിലിം സ്റ്റാർ എന്നും കൂടെ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ പ്രപ്പോസൽ അങ്ങോട്ട് വിടുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം, LOB I love you എന്നും പറഞ്ഞിട്ട് ഒരു കാർഡ് അങ്ങോട്ട് വിടാം. If she thinking I love you ആണ്, if she is interested, okay. അതല്ലെങ്കിൽ ഇത് ഞാൻ ചുമ്മാ തമാശക്ക് LOB, I didn't say LOV. അപ്പൊ അത് കിട്ടിയപ്പോ രഞ്ജിനിക്ക് എന്തുകൊണ്ട് ഇയാൾക്ക് LOV ഇട്ടുകൂടായിരുന്നു ചോദ്യം. അതാണ് അന്ന് നൈറ്റ് ഉണ്ടായിരുന്നത്. അന്ന് എന്നെ ഓഫീസിൽ നിന്ന് മെയിൽ ചെയ്തിട്ട് ഇന്ന് ഈവനിങ്ങിൽ I want to talk to you എന്ന് പറഞ്ഞു. ഞാനാകെ ഇതായി, ഈ സംഭവം എന്തായാലും വരാൻ പോവാണ്, പ്രശ്നമായിട്ടുണ്ട്. നൈറ്റ് ഷീ വാസ് ആസ്കിങ് മീ, നീ എന്താ ഇങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ആർ യു റിയലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ പർപ്പസ്ലി യു ഡിഡ്, ആർ യു മീൻ ഐ ലവ് യു എന്ന് തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, ഐ ലവ് യു എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ സൈലന്റ്. കുറച്ച് നേരം ഒരു സൈലന്റ്. 5 seconds പോസ് ഉണ്ടായിരുന്നോ? ഇല്ല, I don't think so. You were waiting for him to come? Yes. But അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല അങ്ങനെ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നോർമൽ വി ആർ ഇൻ ലൈക്ക് എ നോർമൽ ടോക്ക് ഒക്കെ ആയിരുന്നു. പിറ്റേ ദിവസം ഷീ സെൻഡ് മീ എ കാർഡ്, ഐ വാസ് വെയിറ്റിംഗ് ഫ്രം യു എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞു? രഞ്ജിനിക്ക് വീട്ടിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല? പിയറിനെ കല്യാണം കഴിക്കാൻ പോവാണ്,
Prashnam in the sense is, I can say, Yeah, please. please. You know, there is nothing. It's the best forum to say. okay. Pierre 1.5 years. I mean, Pierre പറഞ്ഞത് normal baby ആയിട്ടാണ് ജനിച്ചത്. പിന്നെ 1.5 yearsല polio പറ്റി. പേരൊരു പോളിയോയുടെ പ്രശ്നമുണ്ട്. Yes. അപ്പോൾ first time when I met him, എന്താ പറയാ, ഈ പ്രശ്നങ്ങൾ എനിക്ക് even now also എനിക്ക് അത് it's not coming in my mind because he's very intelligent. അതിലെയാണ് ഞാൻ വീഴുന്നു പോയത്. ബുദ്ധിയിൽ വീണുപോയി. അതുകൊണ്ട് ഇപ്പൊ കാലിന് ഒരു ചെറിയൊരു സ്വാധീനം അത് പ്രശ്നമില്ല. ബിക്കോസ് ഇത് നമുക്ക് ഡീൽ ചെയ്യാം. അത് മാത്രമല്ല, ഈസ് വെരി കോൺഫിഡൻറ്റ്. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ഞാൻ എന്താ പറയുക, ഞാൻ ബാക്കിൽ ഇരിക്കാം, അങ്ങനെ ഒരു വ്യക്തിയല്ല. ഹി വിൽ ഫൈറ്റ് ഫോർ ഹിസ് റൈറ്റ്സ്. അത് ആക്ച്വലി അതെൻ്റെ പാരൻസിനാണ് എനിക്ക് നന്ദി പറയേണ്ടത്. അവർ ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട് അവരെന്നെ നിനക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് നിനക്ക് അവിടെ പോകാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും അവരെൻ്റെ അടുത്ത് പറയാറില്ല. യു ഗോ ആൻഡ് യു ഷുഡ് ബി ഇൻ ദ ഫസ്റ്റ് എന്ന് പറയുമായിരുന്നു. വേറെ ഈ നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഈ പോളിയോ എന്ന് പറഞ്ഞൊരു രോഗമാണ്. യെസ്, പക്ഷേ ഇന്നത്തെ മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വാക്സിനേഷൻ ഒന്നും അന്നില്ലായിരുന്നു. ഇല്ല, വാക്സിനേഷൻ ഉണ്ടായിരുന്നു, വാക്സിനേഷൻ ചെയ്തിരുന്നു. ബട്ട് അന്ന് നമ്മുടെ ഇന്നത്തെ മാതിരി കറണ്ട് പോയ ജനറേറ്റർ അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലാത്ത സമയം. അപ്പോൾ കറണ്ട് പോയത് തന്നെ പിറ്റേ ദിവസം കൊടുക്കും. അപ്പോൾ മിക്കവാറും ആ മെഡിസിൻ അത് കാരണം അതെ അങ്ങനെ ഒരു ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ബിക്കോസ് വാക്സിനേഷൻ ഒക്കെ തന്നതായിരുന്നു എനിക്ക്. ബട്ട് ലൈഫിലൊരു എന്താ പറയാ സംഭവിക്കാം. യാത്ര ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും എല്ലായിടത്തും പോകും. I will ride cycle, bike, car, everything I do. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ വളരെ കുറച്ചാണ്. ഞാൻ പറയും there is nothing impossible for me, everything possible for me. പിന്നെ ഇമ്പോസിബിൾ എന്നുള്ള കാര്യം എല്ലാവർക്കും ഇമ്പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഇമ്പോസിബിൾ അല്ല. ഞാൻ എപ്പോഴും ഐ ഓൾവേസ് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് എന്തോ ഒരു കാര്യത്തിൽ, ബിക്കോസ് ഷീ ഓൾവേസ് ഞങ്ങൾ എവിടെയെങ്കിലും പോണ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരത്തി എപ്പോഴും, എൻ്റെ മമ്മി അങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ കംഫർട്ട് നോക്കും. അല്ലെങ്കിൽ അവരോട് പറയും പിയറിന് ചെറിയ പ്രോബ്ലം ഉണ്ടാവും, സ്റ്റെപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അവിടെ എന്നൊക്കെ നേരത്തെ അന്വേഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുമാതിരി ഇപ്പോൾ റീസെൻ്റ്ലി ഷീ ആ സംബടി പിയർ ഒരു ഫിസിക്കലി ചലഞ്ചാണ്, അതുകൊണ്ട് ഒരു കഴിഞ്ഞ വഴി തന്നെ I ask her, why you said physically challenged? You are differently abled. Yes. Physically challenged. Everybody is physically challenged. It's a politically incorrect statement. Yes. ഞാൻ പറഞ്ഞു എല്ലാവരും ഫിസിക്കലി ചലഞ്ചാണ്. ഫിസിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ ലോകത്തില്ല. എവരിബഡി ക്യാൻ റൺ ലെസ് ദാൻ 10 സെക്കൻഡ്. നമ്മുടെ ഇവർ ഓടുന്ന മാതിരി, കാൾ ലൂയിസൊക്കെ ഓടുന്ന മാതിരി ഓടാൻ പറ്റില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ആ ആള് ഫിസിക്കലി ചലഞ്ച് ആണോ എന്ന്. നടക്കില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഓടിയ റോഡ് പോകുന്നല്ലാതെ. അതെ അതെ. അപ്പം ഞാൻ അത് പറഞ്ഞ് ഫൈറ്റ്. അപ്പൊ ഇനി മുതൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്നേ പറയാവൂ. അതെ, ഇല്ല അതും പറയരുത്, അതും പറയരുത്. അതെ, എന്താ കാരണം ഒരു സ്പെഷ്യൽ വേണ്ട വേണ്ട വേണ്ട. നിങ്ങൾക്കൊക്കെ ഉള്ള കുറവ് കുറവേ ഉള്ളൂ അവിടെ. അതേ ഉള്ളൂ, അതെ അത്രേ ഉള്ളൂ. അതെ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് പറ്റാത്താണെങ്കിൽ ഞാൻ പോവില്ല അങ്ങോട്ടേക്ക്. പറ്റുമെന്ന് എനിക്ക് തോന്നി അത് ഞാൻ. പക്ഷേ ഒരു വിവാഹം വരുന്ന സമയത്ത് രഞ്ജനയുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നം തന്നെയായിരിക്കാം. എന്റെ മദർ ചോദിച്ചു എൻ്റെ അടുത്ത്, പിയർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, എങ്ങനെ ഹൗ ആർ യു ഗോയിങ് ടു എന്താ പറയാ ലൈഫ് ലോങ് യു ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ഹിം അല്ലേന്ന്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ദേ ആസ്ക് ഓക്കെ നിനക്ക് പ്രശ്നമില്ലെങ്കിൽ then we got no problem, but you must make sure that you have to look after him for life. ഞാൻ പറഞ്ഞു യെസ് ഐ എം സീരിയസ്. ഈവൻ എൻ്റെ ബ്രദേഴ്സും അത് അവരുടെ മെയിൻ കൺസേൺ ഇസ് ഹിയർ. ഞാനല്ല, മെയിൻ കൺസേൺ ഇവിടെയാണ്. ഇത് ഈ ഒരു പ്രോബ്ലം എൻ്റെ ഫാമിലിയിലും ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ്ങിൽ ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഒരു സിനിമ നടിയെ കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക്. അതെ അല്ല, അവര് ഉദ്ദേശിച്ചത് വേറൊരു രീതിയിലാണ്. ഒന്നാമത് ഒരു സിനിമ നടിയാണ്, പിന്നെ നിനക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പോഴത്തെ കാണുന്ന ആ ഒരു ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് നടക്കുന്ന മാരേജ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ, അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു എൻ്റെ പപ്പയും മമ്മിയുടെ ഇടയിൽ. അത് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം കാണാളെ, ഫിലിമിൽ കണ്ട ആളെ കാണണ്ട, ഫസ്റ്റ് യു സീ ഹർ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് ഏതായാലും ഒരു ട്രിപ്പ് ഇടണം. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര കുറേ വർഷങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട്
അപ്പോൾ പറഞ്ഞു ഞാൻ വരാം. ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ പല ആളുകളും നിന്നെ തിരിച്ചറിയാൻ ചാൻസ് ഉണ്ട്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്നെ ആര് തിരിച്ചറിയാനാ? ഞാൻ പറഞ്ഞു അത് നമുക്ക് നോക്കാം, നീ തിരിച്ചറിയാം, അത് നോക്കാമെന്ന് പറഞ്ഞു. എയർപോർട്ടിൽ വന്ന് പുറത്തിറങ്ങി വന്ന വഴി തന്നെ എന്നോട് പറഞ്ഞു എമിഗ്രേഷൻ ഓഫീസർ എന്നെ പിടിച്ചെന്ന് പറഞ്ഞു. വന്ന വഴി തന്നെ അങ്ങനെ പുറത്ത് വന്നു, വീട്ടിൽ വന്നു. എൻ്റെ പപ്പയും മമ്മിയൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഓക്കെ കുഴപ്പമില്ല, ഇവൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ അവർക്ക് ഫുൾ കോൺഫിഡന്റ് ആയി. പ്രശ്നമില്ല. ഒന്ന് ക്ലാപ്പ് ചെയ്ത് ഇവരൊന്ന് പ്രോത്സാഹിപ്പിക്കണം. വരട്ടെ, ഒരാൾ വരട്ടെ. പെട്ടെന്ന് ഓർക്കുന്ന ഒരു മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഒരു ബൈ റോഡ് ടൂർ പോയിരുന്നല്ലോ, ഡൽഹിയെല്ലാം. സോ നമ്മൾ പോകുന്ന വഴി ടോയ്ലറ്റ് ഒരു വലിയ പ്രശ്നമായിരുന്നു. സർഷ വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ മോസ്റ്റ്ലി പബ്ലിക് ടോയ്ലറ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത് എല്ലായിടത്തും ട്രാവൽ ചെയ്തപ്പോൾ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു ആസ് എ ജോക്ക് ഫസ്റ്റ് ടൈം ഒരു സ്ഥലത്ത് പോകുമ്പം ആദ്യം ഞാൻ അവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടേ ഞാൻ കയറാറുള്ളൂ. സെക്കൻഡ് ടൈം സാഷയ്ക്കായിരുന്നു ടേൺ. അങ്ങനെ നമ്മൾ ടേൺ ബൈ ടേൺ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള ഹൈ റോഡ്സിലുള്ള ബാത്റൂംസ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഐ ഫീൽ ഈ ക്വസ്റ്റ്യനും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴും സാഷ ഞാനില്ലാതെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം മോസ്റ്റ്ലി ഓൾ ഇന്ത്യ എപ്പോഴും കാറിലെല്ലാം ട്രാവൽ ചെയ്യുമ്പോഴും ഇപ്പോഴും പബ്ലിക് ടോയ്ലറ്റ്സ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. സോ വാട്ട്സ് ദ ഡിഫറൻസ്? ഇപ്പം ഞാൻ വാഷ് ചെയ്യാനില്ലല്ലോ, സാഷ മാത്രമുള്ള വാഷിങ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ട്രാവൽ ചെയ്യുമ്പോൾ? ക്രിമിനൽ ലോയർ ആയിരുന്നു പുള്ളിക്കാരത്തിയാണ് എന്നെ പറഞ്ഞത് നീ ഇവിടെ പ്രാക്ടീസ് ചെയ്യരുത്. എന്തായാലും നരാഷ, ഐ മീൻ വി ആർ എന്താ പറയാ സിസ്റ്റർ ഇൻ ലോ പോലെയല്ല, ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്, കൂടുതൽ ഫ്രണ്ട് അങ്ങനെയാണ് നമ്മളോട്. ഞങ്ങൾ ഒരു ഡൽഹി ട്രിപ്പ് ബൈ റോഡ് പോയിരുന്നു. എന്റെ സിസ്റ്റർ, ബ്രദർ, എന്റെ കസിൻ ബ്രദർ, ഞാനും സാക്ഷിയും കൂടെ ഒരു ഫൺ ട്രിപ്പായിരുന്നു. അപ്പൊ ഈ പോകുമ്പോ ഒരു ടോയ്ലറ്റിൽ ആദ്യം കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം സാക്ഷ ഓടും. ഷീ വോണ്ട് ടു ഗോ ഫസ്റ്റ് എന്ന് പറഞ്ഞു ഓടി അതേ സ്പീഡിൽ തിരിച്ചോടി വരും. അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ കോംപ്രമൈസ് ചെയ്ത് സിസ്റ്റർ പോകും. സിസ്റ്റർ ആദ്യത്തെ 1-2 ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു ഇനി നമുക്ക് ബൈ ടേം പോവാം. അതാ എനിക്ക് എപ്പോഴും ഭയങ്കര സങ്കടം. എന്തുകൊണ്ട് ഇന്ത്യയിലെ ടോയ്ലറ്റ് കേരളത്തിൽ പോലും ഒരു ഇഷ്യൂ ആണ്. വരട്ടെ, ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ? ഈ സീൻ തന്നെ ഒരു മറക്കാൻ പറ്റില്ലാത്ത ഒരു സീനാ. രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് താഴത്ത് ലൈറ്റ് വെച്ചിട്ട് ഞങ്ങള് അത് ഓട്ടോയിലാണ് വെച്ചിരിക്കുന്നത് ക്യാമറ. അപ്പോൾ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ഇത് ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡയലോഗ് ചെയ്യുന്ന സീൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സീൻ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കറിയുടെ സ്മെല്ല് വന്നു. അപ്പോൾ പ്രൊഫഷണൽ അല്ലേ, നമ്മൾ കട്ടിന് ഡയലോഗെല്ലാം തീർന്ന ശേഷമല്ലേ നമ്മൾ ഓക്കെ ഇന്ന് വരുന്നേ. അപ്പോൾ ഇത് ഡയലോഗ് നമ്മൾ പറഞ്ഞിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കത്തുന്ന സ്മെല്ല്. ഞാനും അത് ഓക്കെ ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ഐ മീൻ ഈ സീൻ കഴിയട്ടേന്. അതേപോലെ ജയറാമും ഹി വാസ് ഡൂയിങ് ദ സെയിം തിങ്. പിന്നെയാണ് താഴത്ത് നോക്കുമ്പോൾ ഒരു വലിയ ഒരു ഫയർ പോലെ വന്ന് ഞങ്ങളത് ചാടിയേ ഇല്ല. പിന്നെ അവർ വന്ന് ഇതാ ചെയ്ത് സോർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ചിരിക്കും. എനിക്ക് ചെറിയ കാര്യങ്ങൾ ചിരി തുടങ്ങിയാൽ ഞാൻ നിർത്തുന്നില്ല. നമസ്കാരം രഞ്ജിനി. രഞ്ജിനി എന്നൊരു ആർട്ടിസ്റ്റുമായിട്ടുള്ള എൻ്റെ ഒരു പ്രൊഫഷണൽ റിലേഷൻ എന്ന് പറയുന്നത് 2 സിനിമയിലെ രഞ്ജിനി എൻ്റെ സിനിമകളിൽ സഹകരിച്ചിട്ടുള്ളൂ. ഒന്ന് കാലാൾപ്പട, 2 നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. കാലാൾപ്പട എന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജിനി ചിത്രം എന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തു. വളരെ സന്തോഷത്തോടെ തന്നെ ആര് വേഷം ചെയ്തു. അത് ജയറാമിൻ്റെ ഒരു സിസ്റ്റർ ക്യാരക്ടറാണ്, റഹ്മാൻ്റെ പേർ. ആ ചിത്രത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്ന പടം ഒരുപാട് ഷെഡ്യൂളുകളൊക്കെ ആയി ഒരു കൊല്ലത്തോളം ഷൂട്ടിങ്ങൊക്കെ നീണ്ടു. എപ്പം ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വിളിച്ചാലും മറ്റേത് തിരക്കിലും രഞ്ജിനി ഓടി വന്ന ആ സിനിമ പൂർണ്ണമാക്കി തരുന്നതിൽ വളരെയധികം സഹകരിച്ചൊരു വ്യക്തിയാണ്. ഒത്തിരി കാലത്തിന് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് രഞ്ജിനിയോടൊരു ചോദ്യം, എങ്ങനെയുണ്ട് അന്നത്തെ മലയാള സിനിമയും ഇപ്പോഴത്തെ മലയാള സിനിമയും? 23 വർഷത്തിന് ശേഷമാണ് രഞ്ജിനി മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത് അല്ലേ? 23 ലോങ് ഇയേഴ്സ്. വിജി തമ്പി 30 വർഷം മുമ്പുള്ള സിനിമയിലെ സംവിധായകൻ. പുള്ളിക്കാരൻ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ശേഷം ആദ്യമായിട്ട് കാണുകയാണ്.
ഫോണിൽ കൂടെ നമ്മൾ പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നോക്ക് പഴയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈസിയാണ് കുറച്ചുകൂടി. യെസ്, ക്യാമറ പിന്നെ നമുക്കിപ്പോൾ ഫിലിമിലെല്ലാം ഡിജിറ്റലാണ്. അന്ന് അങ്ങനെയല്ലല്ലോ. ബട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈവൻ ദോ ടെക്നോളജീസ് വളരെ അഡ്വാൻസ് ആയി ഇരുന്നാലും ഇപ്പോൾ നമുക്ക് ആ സോഷ്യൽ ആ ഫാമിലി സറ്റയറിൽ ഒരു ഫിലിമും അത്രയ്ക്ക് എടുക്കുന്നില്ല, വളരെ കുറവാണ്. ഇപ്പോൾ മൂവീസ് നോക്കുമ്പോൾ ഒരു ഹീറോ ഹീറോയിൻ പിന്നെ അവരുടെ ഒരു ചെറിയ മൂവീസ് മാത്രം, ഒരു സമഗ്രതയില്ല, കുടുംബ ചിത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് പണ്ടത്തെ നമ്മളോട് മൂവീസിൽ ഒരുപാട് സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സമൂഹം അതനുസരിച്ച് മാറിയിട്ടുണ്ടോ രഞ്ജനി? മാറിയിട്ടുണ്ട്, എങ്ങനെ പറയാൻ പറ്റും മാറിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെ ബ്രദർ സിസ്റ്ററോട് സംസാരിക്കുന്നില്ലേ? ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും മൊബൈൽ ഫോണിലല്ലേ? ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് ഇപ്പോഴും നല്ല പടങ്ങളുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു റെസ്പോൺസിബിൾ ഫിലിം മേക്കറും ആവണമെന്നാണ് എൻ്റെ വിചാരം. ഒന്നും കൂടി റിംഗ് മാസ്റ്റർ വന്ന് അവർ കഥ പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ തായ്ലൻഡിൽ നിന്ന് വന്നതാ. അപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി കാലിൽ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ആക്സിഡൻ്റ് ആയിരുന്നു, സോ ഈ പ്രൊജക്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എടുത്താലേ ഇത് നമുക്ക് നടക്കണമല്ലോ, ഇത് പറ്റില്ല, എനിക്ക് കാൽ തന്നെ ഇങ്ങനെ വീഴ്ത്തിരിക്കുക. സോ ഐ ഡോണ്ട് തിങ്ക് സോ എനിക്ക് നടക്കുന്ന പ്രശ്നമുണ്ട്. സോ ഐ വോണ്ട് ബി ഏബിൾ ടു ഡു. ഇല്ല, അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ മാക്സിമം കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ എടുക്കാം അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ സ്റ്റോറി പറഞ്ഞു, ഐ ലൈക്ക് ദാറ്റ് ക്യാരക്ടർ. അത് മാത്രമല്ല ഈ വോൾട്ട് ഡിസ്നി പോലെ അല്ലേ ഒരു സ്റ്റോറി ഈ പട്ടികളോട്. എനിക്ക് പട്ടികൾ ഇഷ്ടമില്ല ശരിക്കും, പേടിയാണ്. ബിക്കോസ് വീട്ടിൽ 2 പട്ടികൾ ഇരുന്നാലും എനിക്ക് ഐ ഡോണ്ട് ലൈക്ക്. പക്ഷേ ടൈഗേഴ്സ് ആണ് എനിക്ക് ഇഷ്ടം. അങ്ങനെയാണ് ഈ പുലിനെ മേടിച്ച് കൊടുക്ക്. അപ്പോൾ സോ ഫസ്റ്റ് ടൈം ഐ എം മീറ്റിംഗ് ദിലീപ്, വെരി നൈസ് പേഴ്സൺ ടു വർക്ക് വിത്ത്. ആൻഡ് ആ പടത്തിലാണ് അന്നത്തെ സിനിമവും ഇപ്പോഴുള്ള സിനിമ എങ്ങനെ ഈ ടെക്നോളജീസ് ഒരുപാട് വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല എല്ലാവരും ദിലീപിൻ്റെ യൂണിറ്റ് ഒരു നല്ല യൂണിറ്റാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞത് നമ്മൾ അന്നത്തെ 80s ഉള്ള കൂട്ടായ്മ ആണ് ഇപ്പോഴും ദിലീപിൻ്റെ. നോർമലി ദിലീപിൻ്റെ സെറ്റിൽ അങ്ങനെയാണ്. സോ എല്ലാവരും വെരി ഡൗൺ ടു എർത്ത്. ആൻഡ് റാഫി വാസ് ദ ഡയറക്ടർ, പിന്നെ ഇടയ്ക്ക് ഷാഫി വരും അങ്ങനെ. സോ ദേ മേക്ക് ഈവൻ ദോ റാഫിയുടെ ഫസ്റ്റ് മൂവി ആസ് എ സോളോ ഡയറക്ടറായിരുന്നാലും ഷാഫി അങ്ങനത്തെ ഒരു സീൻ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അന്ന് നമുക്ക് ഇതെല്ലാം പറയാൻ പറ്റില്ലല്ലോ ഡയറക്ടറുടെ അടുത്ത്. ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്. ബിക്കോസ് നൗ ദേ ആർ ഓക്കേ, യു നോ. എന്ത് സംഭവിച്ചു ഇവിടെ ഈ സീനിൽ? ഈ സീനില് ആ ഡ്രസ്സിൽ തന്നെ ആ സാരി ബോർഡറിൽ റെഡ് ചുമന്ന കളറല്ലേ. അപ്പോൾ സുരേഷിന് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പം MP അല്ലേ. അപ്പോൾ സുരേഷ് പറഞ്ഞു ഇങ്ങനെ, നിന്റെ സാരിയുടെ ബോർഡർ റെഡ് കളറാണ്, കുത്താൻ ചാൻസ് ഉണ്ട് മോളെ. ഞാൻ പറഞ്ഞു കുത്തിയാലും ഞാൻ എസ്കേപ്പ് ചെയ്യും, കാരണം ഐ വിൽ ഹൈഡ് ബിഹൈൻഡ് യുന്. അങ്ങനെ അതെല്ലാം ഒന്നും ചെയ്യില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോത്തിന് അടുത്ത് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം വാസ് വെരി എന്താ പറയാ റഫായിരുന്നു കേട്ടോ. അപ്പോ ഞാൻ നോക്കിയിട്ട് മധു സാറാണ് ഡയറക്ടർ, K. മധു സാർ. അപ്പൊ ഞാൻ പറഞ്ഞു സാറോടെ, സാർ അത് ഏതോ അറ്റാക്ക് ചെയ്യാൻ പോവാൻ. അപ്പൊ എനിക്ക് മലയാളം ഐ വാസന്റ് ഫെമിലിയർ വിത്ത് മലയാളം, സോ ഐ ടോക്ക് ഇൻ തമിഴ്. അറ്റാക്ക് ചെയ്യാൻ പോവാന് അതെല്ലാം ഒന്നുമില്ല, വാ ക്യാമറ റെഡി. അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഓടി വന്നതാ. എനിക്ക് അറിയില്ല എന്താ ചെയ്ത. ഐ തിങ്ക് ഐ മസ്റ്റ് ഹൈഡ് ബിഹൈൻഡ് സുരേഷ്, ബിക്കോസ് സുരേഷ് നല്ല വലുതും ഇതല്ലേ. ഞാൻ അങ്ങനെയാണ് പേടിച്ച് ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും വന്ന്
ആ പശുവിനെ എടുത്തിട്ട് പോയി. പിന്നെ ഞാൻ അവിടെ തന്നെ കരഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, ഇത് വന്നു കുത്തിയാലോ, എന്ത് ചെയ്യാം, എനിക്ക് ഓൾറെഡി ഡോഗ് എന്നെ. പക്ഷെ യഥാർത്ഥത്തിൽ പോത്തിന്റെ പ്രശ്നം വെച്ചാൽ രഞ്ജിനി വന്ന് കുത്തുമെന്ന് വിചാരിച്ചിട്ടാണ് പോത്തിരിക്കുന്നത്. എന്താ ചെയ്യാ പേടിയായിരുന്നു അത്. ഓ എന്റെ അമ്മേ സത്യം അല്ലേ, മ്യൂച്വൽ ഫിയർ ആയിരുന്നു. അന്നത്തെ സിനിമ നമുക്ക് ഇങ്ങനത്തെ എന്താ പറയാ ഒരുപാട് സംഭവങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഈവൻ ഫോർ ഹീറോയിൻസ് ഓർ ഹീറോ എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാമല്ലോ, നമുക്ക് അന്ന് നമ്മളന്ന് ആ അഭിനയത്തിന് ലോകത്ത് മാത്രമാണ്, പിന്നെ മറ്റ് സ്റ്റേക്സ് ഒന്നുമില്ല, അവര് പറഞ്ഞത് ചെയ്യുക. അതെ, ഇപ്പൊ നമുക്ക് പറയാമല്ലോ, അല്ല പറ്റില്ല. വരട്ടെ ഒരു രംഗം കൂടി. മമ്മൂക്കയുടെ ഏറ്റവും ദ ബെസ്റ്റ് കോമഡി മൂവി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് കോമഡി മൂവി. ഒറിജിനൽ മോളിക്കുട്ടിയായിരുന്നു. അതെ അതെ സത്യം. ഒരു കോട്ടയ അച്ചായത്തിയായിട്ട് മാറി. പക്ഷെ അതിന്റെ രസം ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ അടുത്ത് ഈ അച്ചായത്തി എന്ന് പറഞ്ഞ ആരാണ്, അച്ചായൻ ആരാന്നൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അത് ശരി. എന്നിട്ട് അപ്പൊ എങ്ങനെ അഭിനയിക്കുന്നൊന്നും അറിയില്ല. ഇല്ല ഒന്നുമില്ല. ഈ അടുത്ത കാലത്ത് വെരി റീസെന്റ്. ഓ അതിന്റെ ഒരു പ്രത്യേകത അറിയില്ലായിരുന്നു. ഞാൻ ആരോ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അതൊരു അച്ചായത്തിയാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു അച്ചായത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ഇങ്ങനെ കോട്ടയം സൈഡിലുള്ള ഒരു അച്ചായം. നിന്റെ കോട്ടയം കുഞ്ഞച്ച മൂവിയിൽ നീ അഭിനയിച്ചത് അച്ചായത്തിയാന്ന് പറഞ്ഞു. വരട്ടെ, ഒരാൾ വരട്ടെ. രഞ്ജിനി നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് വളരെ ഗൗരവമുള്ള ഒരു സ്ത്രീയായിരുന്നു. കാരണം ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഒരു കസേരയിട്ട് മാറി ചെന്നിരിക്കും, അല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഒരു 10 ചോദ്യം രഞ്ജിനിയോട് ചോദിച്ചാൽ ഒന്നിന് മറുപടി പറയും. ഇതായിരുന്നു രഞ്ജിനി. കാരണം അന്ന് സിനിമ വിട്ടിട്ട്, അല്ലെങ്കിൽ സിനിമയുടെ ക്യാരക്ടർ വിട്ടിട്ട്, സ്ക്രിപ്റ്റ് വിട്ടിട്ട് ഞാൻ രഞ്ജിനിയോട് അച്ഛൻ്റെ അമ്മയുടെ പേര് പോലും അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ഇങ്ങോട്ട് സംസാരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള രഞ്ജിനി ഇത് 25 വർഷത്തിന് മുമ്പാണ്. 25 വർഷം കഴിഞ്ഞു. ഇപ്പോൾ കുഞ്ഞച്ചൻ റിലീസ് ചെയ്തിട്ട് 25 വർഷം കഴിഞ്ഞു. ഒരു 3 മാസത്തിന് മുമ്പേ ഞാൻ രഞ്ജിനിയെ കണ്ടപ്പോൾ അന്ന് 10 ചോദ്യം ചോദിച്ചാൽ രഞ്ജിനി 100 ചോദ്യത്തിന് ഉത്തരം പറയുന്ന രഞ്ജിനിയായിട്ട് മാറി. ഭയങ്കര ചിരിച്ച് സംസാരിച്ച് വളരെ ജോളിയായിട്ട് സംസാരിക്കുന്നു, ഭയങ്കരമായിട്ട് തമാശകൾ പറയുന്നു. ഈ ഒരു മാറ്റം ഒരു ആർട്ട് പടത്തിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു കൊമേഴ്ഷ്യൽ പടത്തിലേക്കുള്ള മാറ്റം രഞ്ജിനിക്ക് എങ്ങനെ ഉണ്ടായി? വളരെ നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. ഇദ്ദേഹമാണ് ഇതിന് കാരണം. ഇല്ല, ഇതിക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ക്രെഡിറ്റ് തരില്ല. രഞ്ജിനി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പൊടുന്നനെ സിനിമയിൽ നിന്ന് ഒളിച്ചോടി. അക്ഷരാർത്ഥത്തിൽ എനിക്കത് ഇന്ത്യൻ സിനിമയിൽ അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവില്ല, എക്സാമ്പിൾസ് ഉണ്ടാവില്ല, വളരെ അപൂർവമായിരിക്കും. വാട്ട് റിയലി ഹാപ്പൻ? റിയലി ഹാപ്പൻ മീൻസ് ഞാൻ ഈ പുസ്തകങ്ങളിലും മറ്റേ വാരികളിലൊക്കെ ഉള്ള ഇന്റർവ്യൂവിൽ കേട്ടതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ്, പറയേണ്ട കാര്യമില്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു പടം ചെയ്യാനാണ് വന്നത്. പിന്നെ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. അവരെല്ലാം സ്കൂൾ ഗോയിങ് പീപ്പിൾ ആണ്. പിന്നെ എനിക്ക് അടുത്ത് ഒരു ബ്രദർക്ക് അഡ്മിഷൻ കിട്ടി ഇംപീരിയൽ കോളേജ് ലണ്ടനിൽ. അപ്പോൾ ഞങ്ങൾ ഇത് ബിക്കോസ് സിംഗപ്പൂരിയൻസ് കാരണം കൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല മീൻസ് 2 ബ്രദേഴ്സ് സിംഗപ്പൂരിലാണ്, പിന്നെ ഞാനും അമ്മയും ഇവിടെ. പിന്നെ ടേക്ക് ടേൺസ് എല്ലാം 3 മാസം ഡാഡ് വരും, പിന്നെ അമ്മ തിരിച്ചു പോകും. അങ്ങനെയാണ് ഒരുപാട് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്. ബിക്കോസ് ഫാമിലി മീൻസ് എല്ലാവരും ഒന്നായിട്ട് യുണൈറ്റഡ് ആയിട്ടല്ലേ ഇരിക്കണേ. പക്ഷേ ഇവിടെ ഫാമിലി 2ഉം സ്പ്ലിറ്റായി. I understood, but money gave you so much of fame, glamour, money. മണി പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് എക്സ്പെൻസ് വേറെ ഉണ്ടായിരുന്നു. അന്നത്തെ നമുക്കിപ്പോൾ ബഡ്ജറ്റ് എയർലൈൻസ് പോലെ ഇല്ലല്ലോ, എല്ലാം സിംഗപ്പൂർ എയർലൈൻസിലും, മിക്കവാറും സിംഗപ്പൂർ എയർലൈൻസും. പിന്നെ ഇപ്പോൾ നമുക്ക് വാട്സ്ആപ്പ് ഫ്രീ കോൾസ് എല്ലാം ഉണ്ടല്ലോ. അന്ന് നമ്മൾക്ക് പൈസ പേ ചെയ്താണ്. കല്യാണം കഴിച്ചോണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിലല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, ഈ സിനിമയിൽ വെച്ച് ഉണ്ടാക്കിയ പൈസ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അത് അവിടെ ഇന്ത്യയിൽ തന്നെ തീർത്തിട്ടല്ലേ ഞാൻ പോയെന്ന് പറഞ്ഞു. രഞ്ജിനി ലണ്ടനിലേക്ക് പോകുന്നു, അവിടെ പഠിക്കുന്നു, പിന്നീട് കുറെ മേഖലകളിൽ ജോലി ചെയ്യുന്നു. ഈ കൊച്ചിയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? പിയർ ഹൂസ് ഐഡിയ വാസ് ഇറ്റ് ആക്ച്വലി? അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ടു. കൊച്ചിക്ക് രഞ്ജിനിയെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടാവില്ലേ? അല്ല, അതുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നിയർലി എത്ര 20 to 25 ഇയേഴ്സിന് ശേഷം അല്ലേ വന്നത്? 22 ഇയേഴ്സിന് ശേഷമുണ്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അന്നത്തെ നമ്മുടെ ഇവിടുത്തെ കേരളത്തെ സിറ്റുവേഷനും
ഒക്കെ എൻ്റെ അടുത്ത് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു കൊച്ചിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷീ സെഡ് ഒരു നല്ല ബ്രൂ കോഫി പോലും എനിക്ക് സെറ്റ് കിട്ടൂലായിരുന്നു. ഈ നമ്മുടെ സാധാരണ കട്ടൻ കാപ്പി ആണ് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ മിൽക്ക് ബിക്കീസ് ഒക്കെ തിന്നിട്ടാണ് അവിടെ ഈ ഷൂട്ടിങ്ങിലൊക്കെ നടന്നേച്ചത്. അതുകൊണ്ടാണ് അന്ന് തടിയൊന്നും വെക്കാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തോട് വന്ന സിറ്റുവേഷനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തു. നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഗൾഫിലും US പോയി ഇങ്ങോട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ചോയ്സ് ഐദർ ബി UK, സിംഗപ്പൂർ ഓർ കൊച്ചി. ഈ 3 സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു എനിക്ക് കൊച്ചി, കേരള വേണം. കേരള വിട്ട് ഒരു സ്ഥലത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ ആം ഓക്കെ. ബട്ട് എനിക്കിഷ്ടം കൊച്ചിനാണ്. സോ യു ജസ്റ്റ് കം ആൻഡ് സീ. കൊച്ചി ഒന്ന് വന്ന് കണ്ടു നോക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ വന്നു ഇഷ്ടപ്പെട്ടു. ഇനി വേറെ എങ്ങോട്ട് പോകണ്ട? ഇല്ല, വേണ്ട. ഐ ഡോണ്ട്. ആരോ രഞ്ജിനിയുടെ സുഹൃത്തുക്കൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ചോദിക്കണം. രഞ്ജിനി, കൺമുമ്പിൽ എന്തിനെ കണ്ടാലാണ് പേടിക്കുന്നത്? ഓപ്ഷൻസ്: ടൈഗർ, ഡോഗ്, എലഫന്റ്. ഡോഗ്. അല്ല, അത് സത്യമാണ്. എന്നെ അറ്റാക്ക് ചെയ്തു. ടൈഗറും എലഫന്റും വന്നാൽ ഒരു പ്രശ്നമില്ല. അത് പ്രശ്നമില്ല. അത് അറ്റാക്ക് ചെയ്യാറില്ലല്ലോ. ദേഷ്യം വന്നാൽ ആദ്യം ചെയ്യുന്നത്: 1 മുറിയടച്ചിരിക്കും, 2 കരയും, 3 ചീത്ത പറയും. ചീത്ത പറയും. പിയറെ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. എങ്ങനെ ഈ ക്ഷമ വേണ്ടി വരും. അത് തമിഴൊക്കെ കൂട്ടുവോ? തമിഴ് അല്ല, ഇപ്പൊ ഞാൻ മലയാളം നല്ല പഠിപ്പിച്ചു. എന്റെ കഷ്ടകാലത്തിൽ ഞാൻ മലയാളം പഠിപ്പിച്ചു കൊടുത്തു. തമിഴിൽ തെറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫിഡൻസ് തെറിയാണ്. നല്ല വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ: പിയറിൽ രഞ്ജിനി ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? 1 പേഷ്യൻസ്, 2 ലവ് ആൻഡ് കെയറിംഗ്. 3 ഇന്റലിജൻസ്. Patience. Yes. I can imagine Pierre. എന്താ അത്രയ്ക്ക് ഞാൻ കൊളപ്പക്കാരിയാണോ? I'm just pulling his leg. ഇവളുടെ ഓഫീസിൽ വിളിച്ചുകൊണ്ടിരുന്ന റോഡ് വയലറിനെ UK അവളുടെ കൊളീഗ്സ് ഒക്കെ വിളിച്ചിരുന്ന റോഡ് വയലറിനാ. അങ്ങനെ റോഡ് വയലറിന്റെ മുമ്പിൽ ഞാൻ നിൽക്കണമെങ്കിൽ എനിക്ക് അത്ര പേഷ്യൻസ് വേണമല്ലോ. 4 പിയറില് രഞ്ജനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ. ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. എന്താണ്? ഇതിൽ ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് ഏതാന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെടാതെ സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് അത് എല്ലാവർക്കും അറിയാം. Why can't Pierre stop smoking? It's not only an individual menace, it's a social menace. Correct. True, I know. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ നോട്ട് സക്സസ്. എന്നോട് 2 പ്രാവശ്യം പ്രോമിസ് ചെയ്തു, ബ്ലാക്ക് പാന്തറെ കണ്ടാൽ ഞാൻ നിർത്തും. ഓക്കെ, നമുക്ക് ഈ JB ജംഗ്ഷൻ വെച്ച് തീരുമാനിച്ചാലോ? എപ്പം സ്മോക്കിംഗ് നിർത്തും? പിയർ പുകവലിക്കില്ല. No, it's a word. രഞ്ജനി, ഈ ഫ്ലോറിൽ വന്നിട്ട് പുകവലി നിർത്തിയ ആൾക്കാരുണ്ട്. 2 പേര്. ഒന്ന് സംവിധായകൻ ലാൽ. He stopped after giving a commitment on the floor. 2 കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനായിട്ടുള്ള PC ജോർജ്. ഈ 2 ആൾക്കാർ ഈ ഫ്ലോറിൽ വന്നിട്ടാണ് സിഗരറ്റ് വലി നിർത്തിയത്. You will do it. Yes. Okay. All the best, Pierre. രഞ്ജനി, ഇതിന് ചെലവെനിക്ക് ചെയ്തേക്കണം. ഇത് ചെറിയ ചെലവല്ല, വലിയ ചെലവാണ്. തീർച്ചയായിട്ടും. മലയാളത്തിൽ പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്കേതാണ്? എല്ലാ വാക്കുകളും അങ്ങനെയല്ലേ? പക്ഷെ ഒരു വാക്ക് വരുമ്പോഴേക്കും പേടി വരുന്നതാണ്. മിക്കവാറും അല്ല, എനിക്ക് സംടൈംസ് ഇത് തെറ്റിപ്പോവും. ഈ അവസാനിപ്പിക്കുക ഇപ്പയാണ് പ്രശ്നം. അവസാനിപ്പിക്കല്, സമാപിപ്പിക്കല്. പിയർ, couple of questions for you. പിയറിന്റെ 90കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടി? ഗീത, കാർത്തിക, രഞ്ജിനി.
അല്ലല്ല അത് എനിക്കറിയാം ഞാനില്ല അതെ അത് അതില് ആ 3 പേരിൽ ഐ തിങ്ക് ഈസ് ഗീത. ഗീതയാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ ആക്ച്വലി ആരാണ്? ആ സമയത്ത് മാധവിയായിരുന്നു. മാധവിയായിരുന്നു. മാധവിയുടെ കണ്ണ്. യെസ്. ആ അത് മായാതെ കിടക്കാണ്. രഞ്ജിനി, that's really an issue even now. സാഷയിൽ പിയറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? സ്മാർട്ട്നെസ്, ഇന്റലിജൻസ്, ഇന്നസെൻസ്? ആക്ച്വലി ഇന്നസെൻസ്. She is innocent? Very innocent. Innocent criminal. Innocent criminal. അതൊരു പദപ്രയോഗം അല്ലേ? Innocent criminal. No, she is very innocent എന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് വളരെ അനുഭവമുള്ളതാണ്. ഞങ്ങൾ ഒരു തവണ കാറിൽ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ പെട്ടെന്ന് ഞാനും കണ്ടു റോഡ് ക്രോസ് ചെയ്തിട്ട് നടക്കാൻ പറ്റാത്തൊരു പുള്ളി ഒരു ചെറിയ ഒരു ഇതിൽ ഒരു മരത്തിലേക്ക് ഈ ടയർ അതിൽ വെച്ചിട്ട് ക്രോസ് ചെയ്ത് പോകുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഹേർട്ട് ചെയ്തു. ഐ ഫീൽ ലൈക്ക് ഓക്കെ എന്തെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് പുള്ളിക്കാരത്ത് എൻ്റെ ഒരു ചാടി പറഞ്ഞു, നീ കണ്ടോ ആ പുള്ളി, നമുക്ക് എന്തെങ്കിലും ആ പുള്ളിക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഭയങ്കര ട്രാഫിക്കാണ്, നമുക്ക് എന്തായാലും വളഞ്ഞ് തിരിച്ചു വരാം. ഞങ്ങൾ പോയി വളഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടെ വണ്ടി നിർത്തി ഇറങ്ങിപ്പോയി കൊടുത്തു. അതുപോലെ പലരെയും ഷീ ഗോട്ട് ദാറ്റ് ഓൾവേസ് ദാറ്റ് ഇന്നസെൻറ്റ് മൈൻഡ്. ഓക്കെ പിയർ, വിവാഹശേഷം സാക്ഷിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ഷോർട്ട് ടെമ്പർ കുറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടെമ്പേർഡ് കുറഞ്ഞു. പണ്ട് ഭയങ്കര മുൻചുണ്ടിയായിരുന്നു, കുറച്ച് കൂടുതലായിരുന്നു. ഗ്രാജുവലി കുറഞ്ഞു വന്നു. ഇപ്പോൾ വളരെ കുറഞ്ഞു. ഇനി അതില്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടാവും. പിയറിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്യുന്ന, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞ, സുഹൃത്തുക്കൾ, യാത്രകൾ, ഫോട്ടോഗ്രാഫി? സാഷ. ആക്ച്വലി സാഷയാണ്. ബിക്കോസ് അതിനകത്ത് ഈ സുഹൃത്തുക്കളുടെ കൂടെ മാത്രം നേരമൊക്കെ പറഞ്ഞത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം അല്ല അതിന് എനിക്ക് അത് തെളിയിക്കാനും പറ്റും. കാരണം സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോൾ മാത്രമാണ് ഐ വോണ്ട് ടേക്ക് ഹർ. അത് വളരെ കുറവാണ് ഇപ്പോൾ. അതല്ലാതെ എൻ്റെ ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ട്രാവൽസും എല്ലാത്തിനും സാഷ എൻ്റെ കൂടെ ഉണ്ടാവും. വിവാഹത്തെ എങ്ങനെയാണ് ഒരു വാക്കുകൊണ്ട് പിയർ ഡിഫൈൻ ചെയ്യുക? ഇറ്റ്സ് എൻ എഗ്രിമെന്റ്, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, ഇറ്റ്സ് എൻ അഡ്ജസ്റ്റ്മെന്റ്? It's a commitment. It can be also an adjustment? No. Adjustment, commitment. Commitment ആണ് അത് മുൻകി നിൽക്കുന്നത്. Yes. All other things are subsidiaries. Yes. Commitment ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ ചെയ്യേണ്ടി വരാം. Okay. Fine. ഇത് തന്നെയാണോ? You also have the same answer? Yeah, commitment ആണ് important അല്ലേ? സാഷ, രഞ്ജിനി, പിയർ, വളരെ സന്തോഷം ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ. നമ്മൾ ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു, 2 മണിക്കൂറിലേറെയായി. പക്ഷേ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഒരുപാട് സമയം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ടെലിവിഷൻ ഷോ ആയതുകൊണ്ട് അതിൻ്റെ പരിധിയുണ്ട്, അതിൻ്റെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനിയും വീണ്ടും നിങ്ങളെ, മാത്രമല്ല രഞ്ജിനി വീണ്ടും സിനിമയിലൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദേശീയ അവാർഡൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും രഞ്ജിനിയെ കൊണ്ടുവരും. എനിക്കൊരു ചോദ്യം കൂടി അവസാനം. ഇപ്പം നമ്മൾ പിയറിനെ കൊണ്ട് നമ്മളൊരു കമ്മിറ്റ്മെന്റ് മേടിച്ചു. ഇത് തിരിച്ച് പിയറിന് എന്ത് കമ്മിറ്റ്മെന്റാണ് സാക്ഷയിൽ നിന്ന് മേടിക്കാനുള്ളത്? ധൈര്യമായിട്ട് ചോദിച്ചോ. തിരിച്ച് ആക്ച്വലി ഇതുള്ളൂ. ഷീഗോടെ ഒരു ബാറ്റ് ഇതെന്ന് പറഞ്ഞാൽ അത് ഒരു 5 കിലോ കുറപ്പിച്ചാലോ നമുക്ക്? ഇനിയും കുറയ്ക്കണം. അപ്പൊ 29 ശേഷം നമ്മൾ കാണുമ്പോ ഇവിടെ ഒരു 6-7 കിലോ 5 പോരാ 7 കിലോ. സ്മോക്കിംഗ് നിർത്തുന്നു. എത്ര കാലം കൊണ്ട്? ഒരു 6 മാസം കൊണ്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ? 6 months കൊണ്ട് 5 kgs? Yes. Is it possible? Possible. എന്താണ് correct? Thank you രഞ്ജിനി. ഒരു ചെറിയ കാര്യം, ഈ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സും മറ്റെല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഒരു ഒപ്പീനിയൻസും ഞങ്ങളോട് പറ്റി പറഞ്ഞു കേൾക്കാനുള്ള ഒരു അവസരം തന്നതിൽ താങ്ക് യു JB ജംഗ്ഷൻ. ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. മുമ്പോട്ടുള്ള ഘട്ടങ്ങളിൽ ഒരുപാട് സക്സസ്, വിജയം നിങ്ങളെ
തേടിയെത്തട്ടെ. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.